കുട്ടികൾക്ക് എന്ത് അസുഖം വന്നാലും അത് ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പർ അല്ലാത്തതിനെ കൊണ്ടാണ് എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ നമുക്ക് ചുറ്റും. ഈയിടെ ഒരു സ്ത്രീ വന്നപ്പോൾ ആൾ പറയണത് ഇങ്ങനെയാണ്. ആൾക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ 6 months ആയപ്പോൾ കുട്ടിയുടെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം കുട്ടിക്ക് എന്ത് അസുഖം വന്നാലും ചുറ്റുമുള്ളവരും ഈവൻ റിലേറ്റീവ്സ് പോലും ആളോട് പറയണത് കുട്ടിക്ക് പാല് ശരിക്കും കിട്ടാത്തതിനെ കൊണ്ടാണ് കുട്ടിക്ക് എല്ലാ അസുഖങ്ങളും വരുന്നത് എന്നായിരുന്നു. ഓൾറെഡി ഷീസ് ഇൻ പെയിൻ. കാരണം കുട്ടിക്ക് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും ഒരു കുറ്റബോധവും ആളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ കുറ്റപ്പെടുത്തൽ കൂടെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ ഇരട്ടിയാവും അല്ലേ? ഇത്തരം മദേഴ്സ് മെറ്റേണൽ ഗിൽറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും. ഓരോ നിമിഷവും എൻ്റെ കുട്ടി വീക്കാവാനുള്ള കാരണം ഞാനാണല്ലോ, എൻ്റെ കുട്ടിക്ക് ആരോഗ്യമില്ലാത്തത്, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത്, ആളുടെ പെർഫോമൻസ് വീക്കായി പോണത് ഞാൻ കാരണമാണല്ലോ എന്നൊരു ഗിൽറ്റ് അവരുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ഒരു ഉമ്മയും തൻ്റെ മക്കൾ വീക്കായി പോകാൻ അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാണ്ടായി പോട്ടെ, കുട്ടിക്ക് പെർഫോമൻസ് ഇല്ലാതായി പോട്ടെ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോട്ടെ എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡിങ് അവരുടെ അവസ്ഥ കൊണ്ടോ രോഗാവസ്ഥ കൊണ്ടോ ആണ് പലപ്പോഴും അവർക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്. തൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന മദേഴ്സ് ഉള്ള ഈ കാലത്ത് ഇവർ പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ പുവർ ഹെൽത്ത് സിറ്റുവേഷൻ കൊണ്ടാണ്. ഒന്നുകിൽ അവർക്ക് ലോ ലെവൽ ഓഫ് മിൽക്ക് സപ്ലൈ ആയിരിക്കാം ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ട് അവർക്ക് പിന്നീട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാത്ത അവസ്ഥ കൊണ്ടാവാം. ഇതൊന്നും അല്ലെങ്കിൽ വർക്കിൽ തിരിച്ച് ജോയിൻ ചെയ്യേണ്ട സമയമായതുകൊണ്ടാവാം. അതുകൊണ്ട് തന്നെ കാര്യം പ്രോപ്പറായിട്ട് അറിയാതെ എന്ത് പ്രശ്നം വന്നാലും കുട്ടി താഴെ വീണ് പോയാൽ പോലും അത് പാല് കുടിക്കാത്തതിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അവരുടെ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഇനി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ബ്ലെയിം ചെയ്യാതിരിക്കാൻ. കാരണം നിങ്ങളുടെ ബ്ലെയിമിങ് കാരണം ഒരു ഇഷ്യൂവും റിസോൾവ് ആവുന്നില്ല.